പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും 2025 ജനുവരി മാസം 28 ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ഒക്കെ ആയിട്ട് കർത്താവ് നമുക്ക് വീണ്ടും ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. രാത്രികാലം നല്ല ഉറക്കം തന്നത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയത് ഓർക്കുമ്പോൾ ആ കൈകൾ ഉയർത്തി പിടിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് അത്ഭുതമായി നടത്തും. ആൽഫയും ഒമേഗയുമായവൻ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, നമ്മളെ ഇന്ന് പകൽക്കാലം കൈപിടിച്ച് ജയോത്സവമായി നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. എല്ലാവരും ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. നമ്മുടെ കർത്താവ് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവൻ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണം. അസാധാരണമായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ മതിയായവനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനോട് ചേരുവാൻ, എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 42-ാം സങ്കീർത്തനം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. 4-ാം വാക്യം പറയാം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന് സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. 5-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, കർത്താവ് എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ. ആമേൻ. ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. അതെ, ആമേൻ. നമുക്കും പറയാം, ഞെരുങ്ങി വിഷാദിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. എൻ്റെ കർത്താവിൽ ആര് പ്രത്യാശ വെക്കുന്നു? സ്ഥിരമാനസൻ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കാൻ ആമേൻ. അവനെ സ്വസ്ഥതയിൽ കാൽക്കുന്ന ദൈവമെന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഏത് പ്രശ്നത്തിന് നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവിൽ പ്രത്യാശ വെക്കുക. കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്രദമായി തീരട്ടെ. ഇവരെല്ലാം ഫലം കായ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെല്ലാവരും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി മാറട്ടെ. രോഗികൾ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. ആമേൻ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. ആമേൻ. വർഷങ്ങളായി രോഗശക്തികൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. നാളുകളായുള്ള രോഗങ്ങൾ, പാരമ്പര്യമായുള്ള രോഗങ്ങൾ, ആമേൻ ആമേൻ, ആസ്മ മാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ, ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ നാളുകളായി ആമേൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ വിടുതൽ അതിനകത്തുനിന്നുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കുന്ന പിതാവേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിന് വേല നടക്കുന്നു. അഭിഷക്തദാസന്മാരെ അനുഗ്രഹിക്കണം, അവരെ ഉപയോഗിക്കണം. വലിയൊരു ഉണർവിന് വേണ്ടി ലോകവ്യാപകമായി കർത്താവ് ഒരുക്കുന്നതിന് സ്തോത്രം. കർത്താവേ, അങ്ങ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്നലെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമായി തീർന്നു. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലെ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഇനിയും കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുത്തട്ടെ. കർത്താവ് വന്നില്ല എങ്കിൽ നാളെ രാത്രി വീണ്ടും ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉള്ളത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നലെ മെസ്സേജ് കേട്ടവർക്കൊക്കെ അറിയാം, നമ്മൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞു. പവർഫുൾ പ്രേയർ. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവക്കാർ അത്ഭുതം ചെയ്യുവാൻ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നാളെ വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. അതിനകത്ത് നിങ്ങൾ അലാം സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴേ നിങ്ങൾ അറിയിക്കണം. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30. ആമേൻ. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായി പോകത്തില്ല. ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടമായി തീരത്തില്ല. അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം പുതുക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഫ്ലീ, ഓടുക, വിട്ടൊഴിയുക. കർത്താവ് നമ്മളോട് വിട്ടൊഴിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തിൽ വിട്ടുമാറിക്കോ എന്ന് പറഞ്ഞെടുത്തു എന്നെല്ലാം ദൈവമക്കൾ എന്ത് ചെയ്യണം? വിട്ടുമാറണം. നിങ്ങളിന്ന് ബൈബിൾ എടുത്തിട്ട് നോക്കണം, എവിടെയൊക്കെയാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ആമേൻ. എവിടെ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ മാറി നിന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. സങ്കീർത്തനം 37 അതിൻ്റെ 27 വാക്യം, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. ദോഷം വിട്ടൊഴിയണം. അവൻ ദോഷം സ്വഭാവങ്ങൾ, ദൈവഹിതമല്ലാത്തതാണ് ദോഷകരമായ കാര്യങ്ങൾ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും സുരക്ഷിതമാകും. ദോഷം ചെയ്യുന്നവൻ, ദുഷ്ടൻ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കത്തില്ല. ചിലപ്പം കുറച്ച് നാളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും. പക്ഷേ ദോഷം ചെയ്ത് ജീവിക്കുന്ന ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞ് ദോഷം വിട്ടൊഴിയുക. അവൻ 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോട് പറയുക, യൗവനമോഹങ്ങളെ വിട്ടോടിയേക്കണം. അപ്പോൾ വിട്ടോടാൻ പറയുക, ഫ്ലീ ഫ്രം ദാറ്റ്. എവിടെ നിന്നൊക്കെ ഓടാൻ പറയുന്നു അവിടെ നിന്നൊക്കെ. ഈ യൗവനമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൻ്റെതായ മോഹങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ദൈവഹിതമായ മോഹങ്ങളല്ല, ദൈവഹിതമല്ലാത്ത മോഹങ്ങൾ, ലോകത്തിൻ്റെതായ മോഹങ്ങൾ. ആമേൻ. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ, ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന സകലത്തിൽ നിന്നും ദൈവമക്കൾ എന്തോ ചെയ്യണം? വിട്ട് ഓടുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിൽ ആമേൻ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയിൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികൾ, സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതിന്. അലംഭാവം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടെ വേല ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹമാകുന്നു. അവൻ ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക. എന്തൊക്കെ വിട്ടോടണമെന്നാണ് ഇവിടെ പറഞ്ഞത്? അനാവശ്യമായ വാഗ്വാദങ്ങളുടെ പുറകെ നമ്മൾ പോകരുത്. അത് വിട്ട് നമ്മൾ ഓടണം. അസൂയ, ഷണ്ട, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധി, ഇതൊന്നും നമ്മൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ വിട്ടോടുക. ദ്രവ്യാഗ്രഹം, എങ്ങനെയും കാശുണ്ടാക്കണം, ആരെ പറ്റിച്ചാലും കുഴപ്പമില്ല, ആർക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല, എനിക്ക് പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടോടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. അനാവശ്യമായ ഇടങ്ങളിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. പാപം ചെയ്യാൻ സാഹചര്യമുള്ള ഇടം കാണുമ്പോൾ അവിടുന്ന് നമ്മൾ വിട്ടോടിയേക്കണം. ജോസഫ് എന്ത് ചെയ്തു? പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ഓടിക്കളഞ്ഞു. കാരണം പാപം ചെയ്യാനൊരു സാഹചര്യം വരുന്നു, പാപത്തിലേക്ക് വലിച്ചിടുമെന്ന് തോന്നിയപ്പോൾ ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് ജോലിയും വേണ്ട കൂലിയും വേണ്ട എന്ന് പറഞ്ഞ് ജോസഫ് ഒരു ഒറ്റ ഓട്ടം ഓടി. കാരണം ജോസഫിനെ സംബന്ധിച്ച് കർത്താവായിരുന്നു വലുത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, അയ്യോ സാരമില്ല, തൽക്കാലം ഓക്കെ, നോ പ്രോബ്ലം എന്നുള്ള ചിന്തയിൽ നിൽക്കരുത്.
കോംപ്രമൈസ് ചെയ്യരുത്. വിട്ടോടുവാൻ കർത്താവ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു തോന്നുമ്പോൾ അവിടുന്ന് വിട്ടോടിയേക്കണം. ടെംപ്റ്റേഷൻ വരുന്ന സാഹചര്യമാണോ, അവിടുന്ന് വിട്ടോടിയേക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണോ, നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകരുത്. നമ്മൾ അവിടുന്ന് വിട്ടോടിയേക്കണം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കുന്ന കാര്യമാണോ, നമ്മൾ വിട്ടോടിയേക്കണം. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതി ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, വിട്ടോടുക, വിട്ടോടുക, വിട്ടോടുക. കാരണം അതവിടെ നിന്നാൽ ഒരുപക്ഷെ നമുക്ക് ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ് വിട്ടോടണം. ആമേൻ. കുഞ്ഞുങ്ങളോട് പറയണം, കുഞ്ഞുങ്ങളെ തെറ്റായ കൂട്ടുകാരുടെ കൂടെ നടക്കരുത്, അവിടുന്ന് വിട്ടോടിയേക്കണം. കോളേജിൽ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ ഒക്കെ പലതരത്തിലുള്ള കൂട്ടുകാരുണ്ടാകും. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, വിട്ടോടേണ്ടടുത്തുനിന്ന് വിട്ടോടിക്കണം. അവിടെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കരുത്. അവിടെ കറങ്ങിത്തിരിഞ്ഞ് നിന്നാൽ ഒരുപക്ഷെ നമ്മളും അതിനകത്ത് ചെന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ടോടുവാൻ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, വിട്ടോടുവീൻ. കർത്താവ് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിടത്തു നിന്നൊക്കെ നമ്മൾ വിട്ടോടിയേക്കണം. എങ്ങും പിടിച്ച് നിൽക്കാൻ നോക്കല്ലേ കേട്ടോ. ഉപവസിച്ച് നോക്കാം, പ്രാർത്ഥിച്ച് നോക്കാം, ആരോടെങ്കിലും ആലോചന ചോദിക്കാൻ, നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിട്ടോടാൻ പറഞ്ഞിട്ടുണ്ടോ, വിട്ടോടിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപത്തിലേക്ക് വീഴുന്ന സാഹചര്യം കണ്ട് അവിടെ പോയി നിൽക്കരുത്, വിട്ടോടിയേക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.